ചേട്ടാ എങ്ങടെ യാത്ര? എങ്ങടെ യാത്ര? കാശ്മീർ വരെയുള്ള ഒരു യാത്ര. പേര് കുഞ്ഞി. നല്ല ഉറക്കമാണ്. ഒള്ളി സ്പോർട്സ് എന്നുള്ള സൈക്കിൾ കടക്കാരാണ് നമുക്ക് അതിൻ്റെ പണികളെല്ലാം തീർത്ത് തന്നത്. സെയ്ദ് ഖാനെ എനിക്ക് മറക്കാൻ പറ്റില്ല. ജോബിൻ സെബാസ്റ്റ്യൻ എന്നുള്ള പേര് ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴേ ഉള്ളൂ ആളുകൾ അറിയാറുള്ളൂ. ഓപ്പൺ ആണ് കൂടുതലും കൊട്ടാരക്കര SI ആയിട്ടിരിക്കുന്ന ഒരു സാറുണ്ട്. സാറ് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സഭയിൽപ്പെട്ട പള്ളികളിൽ ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈ സെക്യൂരിറ്റികളെ നിർത്തി 99% പേരും നമ്മളെ സഹായിക്കുന്ന ആളുകൾ ചക്കക്കമ്പനൊക്കെ മേയുന്ന സ്ഥലത്ത് അവിടെ എത്തിപ്പെട്ടു. ഉരട്ടാൻ എൻ്റെ ഒരു കിലോമീറ്ററിനുള്ളിൽ ചേട്ടാ എങ്ങടെ യാത്ര? എങ്ങടെ യാത്ര? കാശ്മീർ വരെയുള്ള ഒരു യാത്ര. വണ്ടി നിർത്തുവോ? യാത്ര കാശ്മീർ വരെയുള്ള യാത്ര. സൈക്കിൾ ഓട്ടിട്ട് എവിടുന്ന് വരുന്നേ? അതെ അല്ലേ? അപ്പൊ അതൊന്നും നമുക്കൊരു സൈഡിലൊന്നും സൈഡാക്കിയാലോ, വരുന്നൊന്നും മാറിയെന്നാലോ? ഓ ശരി. നമ്മുടെ നാടായിട്ടുള്ള എരുമപ്പെട്ടിയിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയ ഒരു സൈക്കിളും സൈക്കിൾ യാത്രക്കാരനുമാണ്. ചേട്ടാ എങ്ങടെ യാത്ര? ഞാൻ ശരിക്കും കാശ്മീരിനാണ് യാത്ര. എവിടുന്നാണ് വരുന്നത്? കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഒക്ടോബർ 11-ാം തീയതി തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഇത് ശരിക്കും എത്ര ദിവസമായി? ഇപ്പോൾ ഒക്ടോബർ 11 സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. 3 മാസമായി. അതല്ലേ? ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഇപ്പോൾ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാസത്തിൽ ഏകദേശം 28 ദിവസത്തോളം മഴ പല ഘട്ടങ്ങളിലായിട്ടുള്ള ന്യൂനമർദ്ദങ്ങൾ കാരണം നമുക്ക് പലർക്കും കയറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ യാത്ര മുടങ്ങി. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ 2 ജില്ലയും കൂടി കവർ ചെയ്തത്. കേരളത്തിലെ 14 ജില്ലകളും കംപ്ലീറ്റ് ചെയ്ത ശേഷം അന്യ സംസ്ഥാനങ്ങളിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ മൊത്തത്തിലുള്ള കാലാവസ്ഥ എങ്ങനെയുണ്ട്? കാലാവസ്ഥ ഇപ്പോൾ മഴ കഴിഞ്ഞ് ചൂടായതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകുന്നേരം മാത്രമാണ്. ഇതിപ്പോ ഈ കൂട്ടില് ചേട്ടന്റെ എന്താ പേരെന്താ? പെറ്റാണ്. അവിടെ പേര് കുഞ്ഞി. നല്ല ഉറക്കമാണ്. ഇത് എത്ര പ്രായമുണ്ട് ഇതിന്? 8 വയസ്സുണ്ട്. 5 പ്രസവിച്ചതാണ്. സൈബീരിയൻ ഇനത്തിൽപ്പെട്ട ഒരു മിനിയേച്ചർ ഡോഗാണ്. അത് ശരി. സൈബീരിയൻ ഹസ്കി എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ ഇത് കൂടെ എത്ര കാലമായിട്ടുണ്ട്? 8 വയസ്സ്. അത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഉണ്ടായത് തന്നെയാണ്. അപ്പനും അമ്മയെല്ലാം വീട്ടിലുണ്ടായിരുന്നതാണ്. അത് ശരി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മുഖാന്തരം നമുക്ക് കിട്ടിയതാണ്. അതല്ലേ? ആളെ ഉറക്കത്തിന്റെ ക്ഷീണത്തിലാ. പുള്ളി ഭക്ഷണമൊക്കെ എന്തൊക്കെ കഴിക്കും? എല്ലാം കഴിക്കും. അവർക്ക് പെഡിഗ്രി കൊടുക്കും. 2 ദിവസം കൂടുമ്പോൾ ഒരു മുട്ട കൊടുക്കും. ഇപ്പൊ ഈ യാത്രയിലായതുകൊണ്ട് ഡയറ്റ് ആണ്? അല്ല, ഡയറ്റിംഗ് അല്ല, അത്രയും മതി അവർക്ക്. അവർ ഈ സൈസേ ഉണ്ട്. പിന്നെ 8 വയസ്സായി. ഇത് ശരിക്കും ഏതാ ഇതിന്റെ? ഇത് സൈബീരിയൻ ടൈപ്പാണ്. സൈബീരിയൻ ടൈപ്പ് അല്ലേ? മിനിയേച്ചറാണ്. അതല്ലേ? പിന്നെ റെഡ് ഐ ആണ് കണ്ണ്. അങ്ങനൊരു വെറൈറ്റി ആണ്. അത് ശരിയാണ്. വെറൈറ്റിയാ. പിന്നെ ഇതിപ്പോ ആൾക്കാരെ അടുത്തേക്ക് ഇപ്പൊ ചേട്ടൻ കിടന്നുള്ള സമയത്ത് വല്ലവരും വരിക കൊരക്കുക? അല്ല, ഇതിപ്പോ ചേട്ടന് പുറത്ത് കിടക്കണോണ്ടേ ഈ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ച് ബഹളം വെക്കണം. തീർച്ചയായിട്ടും. ഇന്നലെ ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ രാവിലെ ഒരു ചേട്ടന് കട തുറക്കാൻ വേണ്ടി വന്നതാണ്. തൊട്ടപ്പുറത്തെ ആള് രാവിലെ 5:30 ആയപ്പോഴത്തേക്കും കട തുറക്കാൻ വേണ്ടി വന്നു. അന്നേരം ഇവള് കുറച്ച് ഞാൻ എഴുന്നേറ്റ് കിടക്കുമായിരുന്നു. എന്നാലും എന്നെ കുറച്ച് വിളിച്ച്. അതായത് നമ്മളെ അത്ര പെട്ടെന്ന് ആർക്കും വന്ന് ആക്രമിക്കാൻ പറ്റില്ല. ഇല്ല. അതല്ല, ഇവള് കൂട്ടിലല്ലെങ്കിൽ വന്നയാളുടെ കാര്യം കടിക്കുകയും ചെയ്യും. പക്ഷെ ആളിപ്പോ സൈലന്റ് ആയിട്ട് ആരുടെ കയ്യിലും വേണേ പോകും. അതല്ല, രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മള് ഉറക്കത്തിലോട്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവളാണ് മൊത്തം നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുവാണേലും കണ്ണു തുറന്ന് നോക്കും ഞാൻ എങ്ങനെയാ ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കൂല്ലേ. അതുകൊണ്ട് മേളിക്കട ഇവിടെ തന്നെയാണ് ഞാൻ വണ്ടിയോട് ചേർന്ന് തന്നെ കിടക്കാറുള്ളൂ. പിന്നെ ടെന്റ് അടിക്കുവാണെങ്കിൽ ഇവളെ അകത്ത് കയറ്റിക്കും. ഈ ഷീറ്റ് മുകളിൽ കിടക്കുന്ന ആ നീല ഷീറ്റ് ഇട്ട് അതിൻ്റെ അകത്തോട്ട് ആള് വളരെ സൈലന്റ് ആണ്. പക്ഷെ ഇപ്പൊ പൂച്ചക്കുട്ടിയെ പോലെ ആവശ്യം വന്നാൽ പുലിയായിട്ട് മാറുമോ?
ചേട്ടൻ ശരിക്കും എന്താണ് ശരിക്കും ചേട്ടൻ്റെ വർക്ക് എന്താണ്? ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ, അപ്പോൾ ഈ യാത്ര അങ്ങനെ പോകാനുള്ള തീരുമാനം വരാൻ കാരണം? അത് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്താറുണ്ടായിരുന്നു. ആ ആ. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പോഴാണ് ഒരു സാധ്യത കിട്ടിയത് നമുക്ക് ഇന്ത്യ കറങ്ങണം എന്നുള്ള ഒരു ചിന്ത. ചേട്ടൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വൈഫും പിള്ളേരും ഉണ്ട്. അതെ, അവരൊക്കെ അങ്ങനെ സപ്പോർട്ട്? സപ്പോർട്ടാണ്. സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതെല്ലേ. മക്കള് പഠിച്ചോണ്ടിരിക്കുന്നു. അതെ, എന്താ പേര് മക്കളുടെ? മക്കളുടെ പേര് എബിനും ആരോണ്. അതെ, എത്രയല്ല പഠിക്കുന്നത്? 8ലും 4ലും. അതല്ലേ. അവരൊക്കെ അങ്ങനെ ഈ അച്ഛൻ്റെ ഈ യാത്ര? അവരെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ നാടൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. പക്ഷെ അതെങ്കിലും ചേട്ടൻ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ? മിസ് ചെയ്യുന്നുണ്ടാവും. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? അതല്ലേ. പിന്നെ അപ്പനും അമ്മൊക്കെ? അവരെല്ലാം നേരത്തെ മരിച്ചു. അപ്പോൾ വീട്ടിൽ വേറെ ചേട്ടൻ്റെ ഫാമിലി പറയാന്? അതല്ലേ. ചേട്ടൻ്റെ ഏട്ടനനിയന്മാർ അങ്ങനെ ആരെങ്കിലും? സഹോദരങ്ങളുണ്ട്. അവരൊക്കെ അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ സപ്പോർട്ട്? അവരൊക്കെ മാറി താമസിക്കുകയാണ്. അവർക്കൊന്നും അങ്ങനെ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. അതല്ലേ. ഇപ്പോൾ ഈ യാത്രയിൽ ഇപ്പോൾ പല സ്ഥലങ്ങളും പോകുമ്പോൾ ഇപ്പം നിലവിൽ കവർ ചെയ്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരുടെ പ്രതികരണം അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നമുക്ക് 99% പോസിറ്റീവാണ്. ആ, ആൾക്കാർ ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവർക്കൊരു അതിശയമാണ്. പിന്നെ ഞാൻ 2 വർഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് അതിലും വലിയൊരു അതിശയമാണ്. ഇന്ത്യ ഒരു ചെറിയ ഇതല്ല, ഒരു ചെറിയ രാജ്യമല്ല. അത്രയും കറങ്ങി വരുമ്പം തന്നെ നമുക്ക് ഒരുപാട് സമയമെടുക്കും. പിന്നെ ഈ പോകുന്ന ഈ ഒരു ബോട്ടിൽ തന്നെ എനിക്ക് എല്ലാ സംസ്ഥാനങ്ങളും കയറി ഇറങ്ങി പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മാക്സിമം. അതായത് നമ്മുടെ കേരളം പോലത്തെ ഒരു സംസ്കാരമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ. ഓരോ ഏരിയയിലും ഓരോ കൾച്ചറാണ്. അതൊക്കെ ഒന്ന് കണ്ടു കേട്ട്, കാരണം ഞാൻ സൗദിയിൽ ജോലി ചെയ്തായതുകൊണ്ട് ഒരു സംസ്ഥാനത്തെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പല ഏരിയകളിൽ പോയി ആ ഇന്ത്യയിലെ മൊത്തമുള്ള സംസ്കാരത്തിൻ്റെ ഒരു രീതി കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സൗദിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? സൗദിയിൽ 13 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അവിടെ എന്തായിരുന്നു വർക്ക്? അവിടെ 2 സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്തത്. അത് പലതരത്തിലുള്ള ജോലികളായിരുന്നു. അത് ശരിയാണ്. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു നമ്മളെ കസിൻ ബ്രദറിൻ്റെ കമ്പനിയിൽ ഒരു വെൽഡിങ്ങിൻ്റെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യും. അത് ശരി. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ആശയം? ഇങ്ങനെ ഒരു തോന്നൽ കുറേ കാലമായിട്ടുള്ളതാണ്. ചെറിയ ചെറിയ യാത്രകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ധനുഷ്കോടിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഈ സൈക്കിളിന് മേലാണോ പോയിക്കണത്? ബൈക്കിൽ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള യാത്രകളൊക്കെ നമുക്ക് താല്പര്യമാണ്. ഇത് ഈ സൈക്കിൾ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം? അത് നമ്മളെ ചിലവ് ചുരുക്കാനുള്ളൊരു കാരണം. കാരണം നമുക്ക് മിനിമം ഒരു പൈസയിൽ നമുക്ക് ഇന്ത്യ മുഴുവൻ കാണണം എന്നുള്ളൊരു ചിന്ത. മറ്റുള്ള ആൾക്കാർക്കും ഇന്ത്യ മുഴുവൻ കാണണം എന്നുള്ള ആഗ്രഹം വരുന്നുണ്ട്. പക്ഷേ അവർക്ക് എങ്ങനെ പോകാൻ എത്ര ചിലവാകും എന്നുള്ളൊരു ചിന്തയാണ്. ഇതിപ്പം നമ്മൾ ചെറിയ ക്യാമ്പിംഗ് ഗ്യാസൊക്കെ കരുതിയിട്ടുണ്ട്. ഇതിൽ അതിൻ്റെ സംവിധാനം എല്ലാതും മേലുണ്ട്. എല്ലാം കരുതിയിട്ടുണ്ട്. ചെറിയ അടുപ്പും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അത്യാവശ്യമെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പോൾ പിന്നെ താമസപ്പോൾ എങ്ങനെ എവിടെ എത്തിച്ചെങ്കിൽ? നമ്മൾ ഒരു നാടോടി സ്റ്റൈലാണ്. കാരണം കിട്ടുന്നിടത്ത് താമസിക്കുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ വരുന്ന വഴിക്കൊരു ഒഴിവായി പോയ ഒരു കടയുടെ തിണ്ണയിലാണ് കിടന്നത്. അതുപോലെ തന്നെ അതിന് 2 ദിവസം മുമ്പ് ഒരു സൈക്കിൾ ഷോപ്പിൻ്റെ എൻ്റെ സൈക്കിൾ നന്നാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരുന്ന റൂട്ടിലുള്ള ഒല്ലി സ്പോർട്സ് എന്നുള്ള സൈക്കിൾ കടക്കാരാണ് നമുക്ക് അതിൻ്റെ പണികളെല്ലാം തീർത്ത് തന്നത്. അത് ലിജിൻ എന്ന് പറയുന്ന ഒരു ആളാണ് എനിക്ക് അവരെ കണക്ട് ചെയ്തത്. അപ്പോൾ അവർ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സൈക്കിൾ പണിത് തന്നു. ഇപ്പോൾ പഴയ പോലെയല്ല. ഞാൻ ഏകദേശം 3-6 തൊട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അവർ നന്നായിട്ട് പണിത് തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ പൈസ പോലും അവർ വാങ്ങിച്ചിട്ടില്ല. അത് ശരി. അപ്പോൾ അവരും അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ സപ്പോർട്ട് കിട്ടി. ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. സെയ്ദിഖാനെ എനിക്ക് മറക്കാൻ പറ്റില്ല. സപ്പോർട്ടാണ്. പുള്ളിയാണ് സെയ്ദിഖ പറഞ്ഞ ആള്. സെയ്ദ് എന്നാണ്. പിന്നെ അവരുടെ ആശാൻ, പിന്നെ വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ. അത് ഏത് സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഇവിടുന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരുന്ന റൂട്ടിലാണ്. ഞാൻ അവിടെ ആ വർക്ക്ഷോപ്പിൽ തന്നെ വന്ന് അത് വർക്ക് അവർ ചെയ്ത് തന്നു കഴിഞ്ഞ് അവർ നമ്മളോട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ അവരുടെ ആ ഒരു സൈഡിൽ
ടെൻ്റ് അടിച്ച് കിടക്കുകയായിരുന്നു. അതല്ലേ. പിന്നെ ചേട്ടനൊരു ജോപ്പന്റെ യാത്ര. അതെ, ചേട്ടന്റെ പേര് ജോപ്പൻ. അത് ചോദിക്കാൻ വിട്ടുപോയി. ജോപ്പൻ. ആ, ശരിക്കുള്ള പേരെന്താ? ജോബിൻ സെബാസ്റ്റ്യൻ. ജോബിൻ സെബാസ്റ്റ്യൻ. അത് ശരി. ജോബിൻ സെബാസ്റ്റ്യൻ എന്നുള്ള പേര് ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോഴേ ഉള്ളൂ ആളുകൾ അറിയാറുള്ളൂ. ജോപ്പൻ എന്നാണ് കൂടുതലും ആൾക്കാരെന്നെ വിളിക്കുന്നത്. അപ്പൊ യൂട്യൂബില് ജോപ്പന്റെ യാത്ര എന്നുള്ളതും ഫേസ്ബുക്കിൽ എന്താ പേര് കൊടുത്തേക്കണ്? ജോബിൻ സെബാസ്റ്റ്യൻ. പിന്നെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്പൊ ജേണി ഓഫ് ജോപ്പൻ എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേര് അല്ലേ? മലയാളത്തിലാക്കിയതാണ് നമ്മുടെ ജോപ്പന്റെ യാത്ര. അത് ഇംഗ്ലീഷിനെ കൺവെർട്ട് ചെയ്തെന്ന് മാത്രം. പിന്നെ ഇതില് ഈ സൈക്കിളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യാത്ര പോകുന്നതും അവരെ ഇതിന് വല്ല നിങ്ങൾ ഒരുമിച്ചൊരു ടീം അങ്ങനെ വല്ല സംഭവം ഉണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. ആരെ കണക്ഷൻസ് ഉണ്ട് അങ്ങനെ യാത്ര പോകുന്ന ആൾക്കാരെ? പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടാറുണ്ട്. അതൊക്കെ വലിയ സൈക്ലിംഗ് ക്ലബ്ബുകളാണ്. അവരിൽ ഒന്നോ രണ്ടോ പേര് നമ്മളോടുള്ള ഒരു സ്നേഹം കാണിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. അതായത് ചേട്ടൻ മറ്റേ ആഗ്രഹം കൊണ്ട് യാത്ര പോകണു, മറ്റുള്ളവര് എന്ത് പറയണു, ഒരു നേരം പോക്കിന് യാത്ര പോകണു. പിന്നെ ചിലരൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കൊട്ടാരക്കര SI ആയിട്ടിരിക്കുന്ന ഒരു സാറുണ്ട്. സാറ് കൊട്ടാരക്കരക്കാരനാണ്. അദ്ദേഹം സൈക്കിൾ ചെയ്ത് വന്നപ്പോൾ ഞാൻ പുനല്ലൂരിൽ നിന്ന് സൈക്കിളിൽ രാവിലെ പോരുന്ന സമയത്ത് എന്നെ ഫോളോ ചെയ്ത് പത്തനാപുരം വരെ വന്നിട്ട് അദ്ദേഹം എനിക്ക് സർവ്വവിധ സപ്പോർട്ടുകൾ തരുന്നുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കാവുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ വിളിച്ചാൽ മതി എന്നുള്ള ഒരു ഇതും തന്ന് ആ സാറ് ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് പല സ്ഥലത്തും വരുമ്പോൾ പോലീസുകാർ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സഭയിൽപ്പെട്ട പള്ളികളിൽ ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈ സെക്യൂരിറ്റികളെ നിർത്തി അവരൊരിക്കലും നമ്മുടെ ഓഫീസിൽ പോയി സംസാരിക്കാനോ അച്ഛനോട് സംസാരിക്കാനോ ഒന്നും അനുവദിക്കാറില്ല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുള്ള ഒരു യാത്രയാണ്. അപ്പം നമ്മുടെ ആളുകൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന സമുദായത്തിൽ, അതായത് നമ്മളതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് നമ്മളെ ഒഴിവാക്കി വിടുന്നതെന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വരുന്ന അനേകം കുട്ടികളുണ്ട്, നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ എന്നെപ്പോലെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ അവർ പലരെയും ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുമുണ്ട്. അവർക്കൊക്കെ ഈ അനുഭവം തന്നെയാണ്. ഒരു പെട്രോൾ പമ്പിൽ ചെന്നാൽ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി തരാതിരിക്കുക. മൊബൈൽ ചാർജ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്യുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഏക മാർഗ്ഗം അതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയൊരു ഫണ്ട് ഇതായിട്ട് പോണ ആളുകളല്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അവര് വലിയ വലിയ ക്യാമറമാൻ എടുത്ത് പോയാൽ പോരെ. അതെ, നമ്മള് ചെറുകിട നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പോകുന്ന. അപ്പൊ നമ്മൾ സഹായം തേടുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പെട്രോൾ പമ്പ്, രാത്രി കിടക്കാനാണെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ പോയി ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചില ആളുകൾ, അതായത് പഴയ ആളുകളുള്ള കാരണന്മാരായിട്ടുള്ള ചില ആളുകളുണ്ട്, അവരൊക്കെയാണ് നമ്മളെ ഒഴിവാക്കി വിടുന്നത്. നമ്മളെന്തോ മോഷ്ടിക്കാൻ വന്ന പോലെയോ കൊലപാതകം ചെയ്തിട്ട് വന്ന പോലെയൊക്കെയാണ് അവർ നമ്മളെ. അതായത് മറ്റേ നമ്മളിപ്പോ ഒരു വീട്ടിലെ മക്കൾ 5 സ്വഭാവം എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു നാട്ടിലിറങ്ങി കഴിഞ്ഞാല് പല സ്വഭാവത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അതില് നമുക്ക് പറഞ്ഞത് 99% പേരും നമ്മളെ സഹായിക്കുന്ന ആളുകൾ ഈ 1-2% ആൾക്കാർ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ മറ്റൊരു രീതിയിൽ കാണുന്നുള്ളൂ. ഞാൻ വരുമ്പോഴത്തേനും വഴിയിൽ എത്രയോ വാഹനങ്ങളിൽ ആൾക്കാർ കൈ ഉയർത്തി കാണിച്ച് നമ്മളെ സലാം ചെയ്തിട്ട് പോകുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ അനുഭവമാണ്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങിച്ചു തരുന്നവരുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ തരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് നമുക്ക് സപ്പോർട്ട്. അതൊക്കെ നമ്മളൊരു സന്തോഷമായിട്ട്, അതെ, അതൊക്കെ ഒരു സന്തോഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും. ഇനിയിപ്പോ ചേട്ടനെ കണക്ക് വെച്ചിട്ട് ഇനിയിപ്പോ ഇന്ന് ഒരു ദിവസം എത്ര കിലോമീറ്റർ കവർ ചെയ്യാറുണ്ട്? ഇന്നിപ്പം 2 നടത്തി ഞാൻ കയറി വീഡിയോ ഒക്കെ എടുത്ത് വന്നതുകൊണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു 40-50 കിലോമീറ്റർ ചവിട്ടാൻ പറ്റും. അന്ന് നമുക്ക് വലിയ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും കാണില്ല. അത് ശരി. പക്ഷെ മറ്റു ദിവസങ്ങൾ അങ്ങനെയല്ല. അടുത്തടുത്ത് 2-3 സ്ഥലങ്ങൾ കിട്ടിയാൽ നമ്മളിപ്പം അങ്ങനെ വീഡിയോ എടുത്തു പോകും. ഇതിലിപ്പോ ചേട്ടന് ഏറ്റവും ടോപ്പ് കവർ ചെയ്തേക്കുന്നത് എത്ര കിലോമീറ്ററാ ഒരു ദിവസം കവർ ചെയ്തേക്കണ കിലോമീറ്റർ വെച്ച് കണക്കാക്കുമ്പോ? കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മാക്സിമം പോയിട്ട് 40-42 കിലോമീറ്റർ. അത് അന്ന് ഒരു കണ്ടന്റും ഇല്ല, കാട്ടിക്കൂടെ തന്നെ തള്ളിക്കൊണ്ട് പറഞ്ഞായിരുന്നു. ആഹയെന്നുള്ള വരവായിരുന്നു ശബരിമല റൂട്ടിൽ. കാട്ടിക്കൂടെ തന്നെ എനിക്ക് ഫിനിഷ് ചെയ്യണമായിരുന്നു. കാരണം അല്ലാതെ വേറൊരു സ്ഥലത്ത് എനിക്ക് സ്റ്റേ ഇല്ല.
അത് ശരി. അതുകൊണ്ട് ഞാൻ പമ്പയല്ല നമ്മുടെ പമ്പയ്ക്ക് മുമ്പ് വരെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ തള്ളിക്കൊണ്ട് വരുമായിരുന്നു. അതെ. ഇതിലിപ്പോൾ ഇപ്പോൾ കാട്ടിലൂടെ വന്നെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങനത്തെ വരുന്ന സമയത്ത് വല്ല മൃഗങ്ങൾ അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകൾ? നമ്മുടെ ചക്കക്കൊമ്പനൊക്കെ മേയുന്ന സ്ഥലത്ത് അവിടെ എത്തിപ്പെട്ടു. ഒരു എട്ടാന് എൻ്റെ ഒരു കിലോമീറ്ററിനുള്ളിൽ, 1 കിലോമീറ്റർ ഇല്ല, അവരതിലെ ഇറങ്ങിപ്പോയതാണ്. അത് ശരി. ഞാനപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങുകയായിരുന്നു. അത് ശരി. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഫോറസ്റ്റുകാർ വന്നിട്ട് ചോദിച്ചു, വല്ലതും അറിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. നന്നായി, അവനും ഒന്നും അറിഞ്ഞില്ലെന്ന്. അതെ, വന്നതും പോയതും അറിഞ്ഞില്ല. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതുകൂടാതെ ശബരിമല കാട്ടിൽ കൂടെ വരുമ്പോഴത്തേക്കും അടുത്ത മലയിൽ നമ്മൾ ആനയെ കാണുകയൊക്കെ ചെയ്തായിരുന്നു. അതെ അല്ലേ. പിന്നെ യാത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇറങ്ങി തിരിച്ചു. ആ യാത്ര സ്ഥലങ്ങൾ കാണുക. ഇപ്പൊ തന്നെ ഇവിടെ വന്നപ്പോൾ മൊത്തം കൊയ്ത്തിന്റെ ഏരിയയാണ്. ഞാൻ ഇറങ്ങുന്നത് ഒരു കൊയ്ത്തിന്റെ സമയത്താണ്. കുട്ടനാട്ടിൽ കൂടിയാണ് വന്നത്. ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള മാനദണ്ഡത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ലോ ആൾട്ടിറ്റ്യൂഡായ കുട്ടനാട്ടിലും കൊയ്ത്തായിരുന്നു. ഇപ്പം ഇവിടെ കേരളം തീരാറായപ്പോഴും കൊയ്ത്ത് തന്നെയാണ് നടക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ യാത്രക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. യാത്ര വളരെ സന്തോഷത്തോടു കൂടിയിട്ടും അതുപോലെ പൂർത്തീകരിക്കാൻ ചേട്ടന് സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ യാത്രക്ക് എല്ലാവിധ ഭാവങ്ങളും.